ഇങ്ങനെയുള്ള പല പല വ്യത്യസ്തമായ വളവുകളായിരിക്കും പലതും. അപ്പം ഇതെല്ലാം കൂടി നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് വളവിലൂടെ പോയാലും നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വാഹനം നമ്മൾ വളവുകളിലൂടെ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത്, ആ വളവുകളിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏത് ഗിയറിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ പലർക്കും ധാരണയില്ല കറക്റ്റ് എങ്ങനെയാണ് വളവുകളിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടത്, ഏത് ഗിയറിലാണ് നമ്മൾ വളവുകൾ വരുമ്പോൾ ഏത് ഗിയറിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നേ കാണുക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. വളവുകളിൽ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറ്റമുള്ള വളവുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ നിരപ്പുള്ള വളവുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇറക്കമുള്ള വളവുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലായിടത്തും ഒരേ ഗിയറിലാണോ ഓടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല, നമുക്ക് ആ റോഡിനനുസരിച്ച് വേണം നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാൻ. നമുക്ക് ചിലപ്പോൾ നമ്മളിപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ വന്നു, നമ്മളൊരു വളവിന് എന്ത് ചെയ്തു, ആ മൂന്നാമത്തെ ഗിയർ നമ്മൾ ടേൺ ചെയ്ത് ഓടിക്കുക, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ ടേൺ ചെയ്തു. അതേ സമയത്ത് നമ്മൾ ചെറിയ ഒരു അതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആ ഒരു വളവ് കറക്റ്റ് മൂന്നാമത്തെ ഗിയറിൽ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു വളവിന് വരുമ്പോഴും നിങ്ങൾ ആ മൂന്നാമത്തെ ഗിയർ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ വണ്ടി മുന്നോട്ട് ഡ്രൈവ് ചെയ്യരുത്. കാരണം നമുക്ക് ആ വണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ കാല് ഒരേ രീതിയിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ആസൻഡർ ഇരിക്കുന്നുള്ളൂ. അപ്പം നിരപ്പായ സ്ഥലത്തൂടെ ചിലപ്പോൾ ആ കറക്റ്റായിട്ട് എന്ത് ചെയ്തു, അതായത് റൈറ്റ് സൈഡിൽ വലിയ മരങ്ങളോ കാര്യങ്ങളോ വലിയ വളവും അല്ല എന്ത് ചെയ്തു, ചിലപ്പോൾ കയറി ചിലപ്പോൾ നിങ്ങൾ ആ വളവ് വളച്ചെന്നിരിക്കാം. അതേ സമയത്ത് ചെറിയൊരു കയറ്റം പോലെ ഉണ്ടാകും, ആ ഒരു വളവ് വരും, ആ ഒരു വളവ് ചിലപ്പോൾ കയറിയെന്ന് വരില്ല. അപ്പം അപ്പൊ കയറാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും. ഏത് ഗിയറിലാണ് അപ്പൊ പോകേണ്ട ഉടനെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അടുത്ത ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം. ഗിയറിന് കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, സ്വല്പം ആശ്രയത്തോടെ കൊടുത്താൽ വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ കയറാൻ. എന്നിട്ട് ആശ്രയമായിട്ട് നിങ്ങൾ ആശ്രയത്തോടെ വളവിന് വെക്കുകയും ചെയ്യരുത്. വളവിന് വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോ ഒരു 20 മൈൽ സ്പീഡിൽ നമ്മൾ നിരപ്പത്തൂടെ പോകുന്നു, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന റോഡിൽ കൂടെ ഒരു വളവിന് വരുന്ന സമയത്ത് എന്താകും, അതൊരു നമ്മൾ ആക്സിലേറ്റർ കൊടുത്തില്ല എങ്കിൽ പോലും 40 മൈൽ സ്പീഡ് തനിയാകും. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ ആ വളവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ലൈറ്റായിട്ട് ആ ബ്രേക്കിൽ ആ 20 മൈൽ സ്പീഡ് എന്ത് ചെയ്യണം, കുറച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആ വന്ന സ്പീഡ്, അതായത് ആ 20 മൈൽ സ്പീഡ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് ആ രീതിയിൽ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യാതെ നോർമലി പോകാൻ പറ്റുള്ളൂ. കാരണം എല്ലാ വളവുകളും കറക്റ്റ് അല്ല എന്ന് പറയാൻ കാരണം, നിങ്ങൾ തുടക്കക്കാരാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം നിരപ്പായിട്ട് തോന്നുന്നു. വാഹനം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കയറ്റമോ ഇറക്കമോ അല്ലെങ്കിൽ വേറെ ഒന്നുമായിട്ട് നിങ്ങൾക്ക് തോന്നുകയല്ല, നിങ്ങളെ ഒരേ രീതിയിൽ തന്നെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം നിരപ്പായിട്ട് തോന്നും. ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു വളവിനോട്, അതായത് ഈ 5 വളവുള്ളതിനകത്ത് നമ്മൾ ആദ്യത്തെ ഒരു വളവ് ചിലപ്പോൾ നിരപ്പത്തോടെ പോകുമ്പോൾ നിങ്ങൾ ഒരു 3rd ഗിയറിലായിരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു 4th ഗിയറിലായിരിക്കും. എന്ത് ചെയ്യും, ആ വളവ് കറക്റ്റായിട്ട് ചിലപ്പോൾ പോയെന്നിരിക്കാം. അപ്പൊ അടുത്തൊരു വളവ് വരുന്നു, അടുത്ത വളവ് വരുന്നത് നിങ്ങൾ ആ ഒരു ഗിയറിൽ തന്നെ നിങ്ങൾ പോകാൻ നോക്കും. ആ ഒരു ഗിയർ തന്നെ പോകുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അത് ചെറിയൊരു ചരിവിനുള്ള കയറ്റത്തോടായിരിക്കും. എന്ത് ചെയ്യും, ആ ഗിയർ കയറാൻ ചിലപ്പം മടിക്കും. കാരണം നിങ്ങളുടെ കാൽ എങ്ങനെ ഇരിക്കുന്നത് ആ ഒരു രീതി തന്നെ, അതായത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാലിരിക്കുന്ന ആ ഒരു രീതി തന്നെ ആയിരിക്കും നിങ്ങളുടെ ആക്സിലേറ്ററിൽ കാലിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു കയറ്റം കയറാൻ പ്രയാസം ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വളവിലൂടെ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഓപ്പോസിറ്റ് ഒരു വാഹനം വരാം. ഈ ഓപ്പോസിറ്റ് വാഹനം വരുന്നത് എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും. പിന്നെ ആ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ ആ ഒരു ഗിയർ തന്നെ പോകാൻ നോക്കും, വാഹനത്തിൽ നോക്കും, ആ ഒരു ഗിയർ തന്നെ പോകാൻ നോക്കും. അപ്പം ഇടയ്ക്ക് നമുക്ക് എല്ലാ വളവിനും ചിലപ്പോൾ ഒരു വാഹനം വന്നില്ലെന്നിരിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വളവ് വരുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് എടുക്കേണ്ട ഒരു കാര്യം, ഒരു വളവിന് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഒരു വളവിനൂടെ ഒരു ഡ്രൈവ് ചെയ്യാൻ. അല്ല നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു റോഡിൽ കൂടെ നിങ്ങൾ ഒരു വാഹനം ഓടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യരുത്, നിങ്ങൾ വാഹനം ഓടിക്കരുത്. നമുക്ക് ഓപ്പോസിറ്റ് എന്തായാലും ഒരു വളവ് വരുന്ന ഒരു വാഹനമുണ്ട്, ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു ഓപ്പോസിറ്റ് ഒരു വാഹനമുണ്ട്. എത്രയും പിടിക്കാമോ അത്രയും ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടിരിക്കുക. ഈ ലെഫ്റ്റ് സൈഡോട്ട് കൊണ്ട് ഈ ലെഫ്റ്റ് സൈഡ് തന്നെ നോക്കി പോകാം. കണ്ടില്ല, നമ്മൾ ആ റൈറ്റോട്ട് നോക്കാനേ പാടില്ല. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ സ്റ്റിയറിംഗ് ഒരുപാട് തിരിഞ്ഞു പോകും. അതായത് ഒരു വളവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഓൺ അടിച്ചുകൊണ്ട് എന്താകുന്നില്ല, എല്ലാം ആകുന്നില്ല. കാരണം നമ്മൾ സെന്ററിൽ കൂടെ പോകുന്നു, ഒരു ഓൺ അടിക്കുന്നു, നമ്മൾ ഓൺ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി തട്ടാതിരിക്കണം, അല്ലെങ്കിൽ വണ്ടി ഒന്നും ആകുന്നില്ല. കാരണം എന്താ, കാരണം നമ്മൾ സെന്ററിൽ കൂടെ പോകുന്നത്, ഒരു അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഓൺ അടിച്ചാലും ഇല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ കൂടെ നമ്മൾ ചേർന്ന് പോകുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളൊരു വളവിന് വരുന്നു, അപ്പൊ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ വട്ടൻ എന്ന് കരുതി വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. അതായത് നമ്മളൊരു വട്ടന്റെ മുമ്പിലോട്ട് എന്ത് ചെയ്തില്ല, നമ്മൾ ചെന്ന് കയറുന്നില്ല.
അപ്പം ഒരു കാരണവശാലും നീന്തുക. നമ്മൾ അതിന്റെ മുന്നോട്ട് കയറുന്നില്ല. കാരണം നമ്മൾ വട്ടനെ കാണുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഒഴിഞ്ഞു പോകും. കാരണം ആ ഒരു രീതി തന്നെ എന്ത് ചെയ്യണം, മറ്റേ ആളും കരുതിയാൽ നമുക്ക് ഓണിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് തന്നെ കറക്റ്റായിട്ട് വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. പക്ഷെ നിയമപ്രകാരം വരുമ്പോൾ എന്താ, ഓൺ അടിക്കണം എന്നാണ്. എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ ആ വളവിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ഒരു വണ്ടി ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ആ വളവുകളിൽ ഡ്രൈവ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ വളവുകളിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റിയറിംഗ് നിങ്ങൾ കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു വാഹനം ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആ ഒരു വാഹനത്തെ നോക്കിക്കൊണ്ടിരിക്കരുത്. കാരണം ആ വാഹനത്തെ നോക്കിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യും, നിങ്ങളുടെ സ്റ്റിയറിംഗ് തിരിയത്തില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു വാഹനത്തിന്റെ എവിടെയാണ് നോക്കണമെന്ന് ചോദിച്ചാൽ ആ വാഹനത്തിന്റെയും നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിന്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ നോക്കുക. ആ വാഹനം ഓപ്പോസിറ്റ് വരുന്നു, നമ്മുടെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിന്റെ എൻഡ് നോക്കുക. അതിന്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ നോക്കിയാൽ എന്ത് ചെയ്തോളൂ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിന്റെ കൂടെ പോകത്തുള്ളൂ. അല്ല നിങ്ങൾ ആ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് ആ വാഹനത്തെ നോക്കിയാൽ എന്ത് ചെയ്യും, ആ വാഹനത്തിലോട്ട് നിങ്ങൾ പോകും, നിങ്ങളുടെ സ്റ്റിയറിംഗ് തിരിക്കാതെ വരും, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും. അപ്പം നിങ്ങളുടെ കാൽ എവിടെ ഇരിക്കായിരിക്കും, ആക്സിലേറ്റർ ഇരിക്കായിരിക്കും. നിങ്ങളുടെ പേടി കാരണം എന്ത് ചെയ്യും, നിങ്ങളുടെ കാൽ ആക്സിലേറ്ററിൽ അമർന്നു പോകും, ഒരുപാട് അമർന്നു പോകും, പ്രയാസം ഉണ്ടാകും. അപ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ വളവിനും എന്ത് ചെയ്യണം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ ഗിയറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി കിടക്കുക. ഈ 1, 2, 3 കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.